ആ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയുടെ മീതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മീതെ അനാവശ്യമായി സമ്മർദ്ദം ചെലുത്തുന്നു. അവരുടെ സമ്മർദ്ദം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുന്നില്ല, പ്രധാനപ്പെട്ട ആളുകളുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമായി SITയുടെ മീതെ ഉണ്ടായിരുന്നു എന്നായിരുന്നു ഞങ്ങൾ ആക്ഷേപിച്ചത്. ഇന്ന് ഹൈക്കോടതി ആ ആരോപണത്തിന് 2 അടിവരയിട്ടിരിക്കുകയാണ്. കാരണം പ്രധാനപ്പെട്ട ആളുകളെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തില്ല, അവരെ പ്രതി ചേർത്തില്ല, വൻ സ്രാവുകളിലേക്ക് നീങ്ങിയില്ല എന്നാണ്. അതിൽ കൂടുതൽ ഹൈക്കോടതിക്ക് പറയാൻ പറ്റില്ലല്ലോ. വൻ സ്രാവുകളിലേക്ക് നീങ്ങിയില്ല, അതായത് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMന് വീണ്ടും പ്രതിക്കൂട്ടിലാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായി SITയുടെ മീതെ സമ്മർദ്ദം ചെലുത്തിയത്. ഞങ്ങൾ അപ്പോഴും SITയിൽ അവിശ്വാസം പ്രകടിപ്പിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നില്ല SITയിൽ. കാരണം ഹൈക്കോടതി നിയോഗിച്ചൊരു ടീമാണ്, നല്ല ഉദ്യോഗസ്ഥരുടെ ടീമാണ്. ഞങ്ങൾക്ക് അവരുടെ സത്യസന്ധതയിലോ ഇന്റഗ്രിറ്റിയിലോ ഒന്നും സംശയമില്ല. അവർക്കത് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവർക്ക് സത്യസന്ധമായി ഹൈക്കോടതി ആഗ്രഹിക്കുന്നത് പോലെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. പക്ഷെ അവരും ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം അവർക്ക് മീതെ ഉണ്ടായപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ അവരെ കൂടി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത്. സ്വതന്ത്രവും നീതിപൂർവമായ ഒരു അന്വേഷണം SITക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് നിയമമന്ത്രി ശ്രീ രാജീവ് ഞങ്ങളെ വിമർശിച്ചു, ഞങ്ങൾ കോടതിയെ വിമർശിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അന്ന് എടുത്തു പറഞ്ഞു, കോടതിയല്ല വിമർശിക്കുന്നത്, SIT അല്ല വിമർശിക്കുന്നത്. SITയുടെ മീതെ അനാവശ്യമായ സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ നിരീക്ഷിച്ചതുപോലെ ഞങ്ങൾ പറഞ്ഞില്ല, ഒരു മന്ദഗതിയിലേക്ക് പോയി പെട്ടെന്ന് അന്വേഷണത്തിന്റെ ഒരു സ്പീഡ് പെട്ടെന്ന് കുറഞ്ഞു. അത് ഇതായിരുന്നു എന്ന് ഇപ്പൊ വളരെ വ്യക്തമായിരിക്കുകയാണ്. അല്ല, അതിപ്പോ ഒരു അന്തർ സംസ്ഥാന വ്യാപകം ഉണ്ട് ഈ കേസ്. കാരണം ഇതിൽ ചെന്നൈയിലേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട്, പിന്നെ ബാംഗ്ലൂരിലേക്ക് ഉള്ള ചില ആളുകളുടെ പേര് ഇന്നും 2 അറസ്റ്റുകൾ നടന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നും. അപ്പൊ അത് അന്വേഷിക്കണതിൽ കുഴപ്പമൊന്നുമില്ല. അന്വേഷിക്കണതിൽ എന്താ തെറ്റ്? കേന്ദ്ര ഏജൻസി കേന്ദ്ര ആക്ട് കൊണ്ടുവന്ന് പാസ്സാക്കിയ സംഭവമല്ല ED എന്ന് പറയുന്നത്. അവരെ അന്വേഷിക്കാൻ പാടില്ല എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. അവര് രാഷ്ട്രീയ പ്രേരിതമായി ഒരു കാര്യവും അന്വേഷിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അല്ലാത്ത ED ഒരു കേസും അന്വേഷിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അതറിയില്ല, അത് നമുക്ക് നോക്കേണ്ടി വരും. ഇതുവരെ ഉണ്ടായിരിക്കുന്ന എല്ലാ കാര്യവും സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസമൊന്നുമില്ല. പക്ഷെ അവരെ അന്വേഷിക്കരുതെന്നൊന്നും പറയാൻ നമ്മൾ ആളുകളല്ല. കാരണം ഇതിന്റെ അകത്ത് വൻ തുക കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്, വൻ തുക. അതാണല്ലോ കോടതി തന്നെ പറഞ്ഞതുപോലെ, ഞങ്ങൾ ആക്ഷേപിച്ചതുപോലെ ഏത് കോടീശ്വരനാണ് ഇത് വിറ്റതെന്നാണ് ഞങ്ങൾ ചോദിച്ചത്. വൻ തുക ഇതിന്റെ അകത്ത്, ഇന്റർനാഷണൽ റാക്കറ്റ് ഇതിന്റെ അകത്തുണ്ട്. ഇതൊക്കെ കോടതി പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്റർനാഷണൽ റാക്കറ്റ് ഇതിന്റെ അകത്ത് ഇടപെട്ട് കാണാൻ സാധ്യതയുണ്ട്. വലിയൊരു കോടീശ്വരന് ഇത് വിറ്റ് കാണാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസല്ല. ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻസ്, അന്തർ സംസ്ഥാന വ്യാപനം ഈ കേസിലുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. അപ്പോൾ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുൻപും ആക്ഷേപിച്ചിരുന്ന മുഴുവൻ കാര്യങ്ങളും, ആരോപണം ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ശരിയായിരുന്നു എന്നതാണ്. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം ഇതിന്റെ പാർട്ടാണല്ലോ. അവരെല്ലാം ഇതിന്റെ പാർട്ടാണല്ലോ. ഇതിന്റെ പാർട്ടായിട്ട് സ്വർണം വാങ്ങിവെച്ചവരും സ്വർണം സൂക്ഷിച്ചവരും സ്വർണം കവർന്നെടുത്തവരും ഇവരെല്ലാം തമ്മിലൊരു ലിങ്ക് ഉണ്ടല്ലോ. അല്ല, അതല്ല, അതുപോരാന്ന് കോടതിയും വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാത്ത കാര്യം ഇവരെങ്ങനെ ഉന്നതരാവണം? അവരെങ്ങനെ കച്ചവടക്കാർ ഉന്നതരാവണം? അവരാവില്ല. അല്ല, അതാണ് നമ്മൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. അന്നത്തെ കോടതി അത് പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രധാനപ്പെട്ട ആളുകൾക്ക് അറിയാമായിരുന്നു ഈ കവർച്ച നടന്നത്. അപ്പൊ ഞാനത് പറഞ്ഞല്ലോ, അന്നത്തെ ദേവസ്വം മന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഈ മൊഴികളിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തെ കൂടെ ചോദ്യം ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ഉന്നതരായ ആളുകളെ കൂടി ചോദ്യം ചെയ്യണം. ഇത് എവിടം വരെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കണം. തീർച്ചയായും അല്ല, ഞാൻ കരുതുന്നത് ഉറപ്പായിട്ടും സത്യസന്ധമായി നീതിപൂർവമായി അന്വേഷണം നടത്തിയാൽ അവിടെ അതിന്റെ അപ്പുറം പോകും.
അല്ല, അത് നമുക്ക് നോക്കാം. നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയണ്ടല്ലോ. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞങ്ങള് ഒരിക്കലും ഈ ശൂന്യതയിലേക്ക് വെടിവെക്കാറില്ല. ഈ ശബരിമല സംഭവമായിട്ട് തുടക്കം മുതൽ ഇതുവരെ ഇന്നുവരെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റുപറ്റിയിരുന്നു. ആദ്യം ഞങ്ങളാണ് സംശയം പ്രകടിപ്പിച്ചത്. 1 മാസവും 9 ദിവസവും എന്തുകൊണ്ട് ഈ ദ്വാരപാലക ശില്പം ചെന്നൈയിലെത്താൻ വൈകി? ഞങ്ങളാണ് സംശയം പറഞ്ഞത്. ഇതിന്റെ വ്യാജ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ദിവസം എടുത്തതെന്ന് സംശയം പറഞ്ഞു. ഒരാഴ്ചക്കകം കോടതി വിധി വന്നു. ഇത് ഒറിജിനൽ കൊണ്ടുപോയി കോടീശ്വരന് വിറ്റിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കിട്ടുന്ന ചില ഇൻഫർമേഷനുകളുടെ പുറത്താണ് ഞങ്ങൾ സംസാരിച്ചിരുന്നത്. ഇപ്പോഴും എനിക്ക് കിട്ടിയ ഇൻഫർമേഷന്റെ പുറത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വലിയ സമ്മർദ്ദം. ഈ തെരഞ്ഞെടുപ്പ് വരെ ഇത് നീട്ടിക്കൊണ്ടുപോകണം, തെരഞ്ഞെടുപ്പ് വരെ കുഴപ്പിക്കരുതെന്നുണ്ട്. വാസുവിന്റെ അറസ്റ്റിന് മുമ്പായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും SITയുടെ മീതെ സമ്മർദ്ദം ഉണ്ടായി. അന്ന് അവരതിന് വഴങ്ങിയില്ല. അപ്പൊ അവരെക്കുറിച്ച് ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, SITയെ കുറിച്ച് ഒരു അവിശ്വാസം ഇപ്പോഴും പ്രകടിപ്പിക്കുന്നില്ല. കാരണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അവരെ കൊണ്ടത് പറ്റും. നല്ല ഉദ്യോഗസ്ഥരുടെ ടീമാണ്, അവരെ കൊണ്ട് പറ്റും. അവരെ ബുദ്ധിമുട്ടിക്കായിരുന്നാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഒന്നിലേക്കും പോകണ്ട എന്നുള്ള സമ്മർദ്ദമാണ് ഉണ്ടായത്. ഈ ദേവസ്വം ബോർഡിനെ കുറിച്ച് കഴിഞ്ഞ ദേവസ്വം ബോർഡിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കളവ് നടന്നു 2019. അത് അവർക്കറിയാമായിരുന്നു, പുറത്താരും അറിഞ്ഞില്ല. സാധാരണ കള്ളന്മാരെന്ത് ചെയ്യും? അപ്പോ ഒരു കളവ് നടത്തി അത് പുറത്താരും അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? 3-4 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും കക്കാൻ നോക്കും. അങ്ങനെയാണ് ഒന്നും കൂടി പൂശണമെന്ന് പ്രശാന്ത് പ്രസിഡന്റായ ആ കമ്മിറ്റിക്ക് തോന്നിയത്. അപ്പൊ അത് പുറത്തേക്ക് കൊണ്ടുപോയിരുന്നെന്ന് തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞിട്ടും പുറത്തേക്ക് കൊണ്ടുപോയേ മതിയാവൂ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെ കൊടുത്താൽ മതിയാവൂ എന്ന് പറഞ്ഞ ആള് പ്രശാന്താണ്. അപ്പൊ കാര്യം മനസ്സിലായില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്താലേ ആ നേരത്തെ 2019 പോയ വഴിക്ക് തന്നെ ഈ സാധനം പോയി അന്ന് കിട്ടിയതുപോലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് കവർച്ചാ ശ്രമമാണ് 2024 നടന്നത്. അത് നടന്നില്ല, കോടതി ഇടപെട്ടുകൊണ്ട് നടന്നില്ല. ഇല്ലെങ്കിൽ വീണ്ടും ഒരു കവർച്ച കൂടി നടക്കുമായിരുന്നു. 2019 നടന്നത് സ്വർണ്ണ കവർച്ചയും 2024 നടന്നത് കവർച്ചാ ശ്രമവുമാണ്. അല്ല, അത് പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ സാധാരണ 30 വർഷത്തെ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ UDFിനൊരു മേൽക്കൈ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. സാധാരണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ സംഘടനാപരമായ കാര്യങ്ങൾ കൊണ്ടും മറ്റു പ്രശ്നങ്ങൾ കൊണ്ടും ഇപ്പൊ ആ മേൽക്കൈ നമുക്കുണ്ടായിരിക്കുകയാണ്, നല്ല മേൽക്കൈ ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ഇതൊരു 45%, 47%, 47ആണ് ഞങ്ങളുടെ ടാർഗറ്റ്. 45 മുതൽ 47% വരെയുള്ള വോട്ടിംഗിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുപോകും. അതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. 47ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ തോറ്റെന്നവരെ ബോധ്യപ്പെടുത്താനാണ് ഏറ്റവും വലിയ പാട്. ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചില്ലേ? ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ തോറ്റത്. മനസ്സിലായതല്ല, ഇത് പഴയ രീതിയാണ്. അത് ഈ താത്വികമായ വിശകലനം എത്ര ഭംഗിയായിട്ടാണ് ശ്രീനിവാസൻ പണ്ട് ശങ്കരാചാര്യനോട് അത് അവതരിപ്പിച്ചത്. ആ താത്വികമായ വിശകലനം എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാ. എപ്പോഴും എനിക്ക് തോന്നി ശ്രീനിവാസനെ ഒന്ന് സെല്യൂട്ട് ചെയ്യണം. ഇപ്പോഴാണെങ്കിൽ അത് നിരോധിക്കപ്പെടും. കാരണം പാരഡി ഗാനം നിരോധിച്ചതുപോലെ അത് നിരോധിക്കപ്പെട്ടതിനെ ഉറപ്പായിട്ട്. ശരി.